അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ഈ കാലത്ത് മദീനക്കെതിരെ മക്കക്കാർ ചില സാമ്പത്തിക നടപടികൾ സ്വീകരിച്ചിരുന്നതായി സൂചന കാണുന്നുണ്ട്. അബൂനായില എന്നൊരാൾ കാബുബിന് അഷ്റഫ് എന്ന തൻ്റെ വളർത്തു സഹോദരനോട് ഇങ്ങനെ പറയുന്നുണ്ട്: ഈ മനുഷ്യൻ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ മനുഷ്യൻ വലിയൊരു ദൗർഭാഗ്യവുമായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ തിന്നാനൊന്നുമില്ല. എന്തെങ്കിലും കിട്ടണമെങ്കിൽ പെടാപ്പാട് പെടണം. ശത്രുപക്ഷത്തുള്ള അബൂനായില മനഃപൂർവ്വം അതിശയോക്തി കലർത്തി സംസാരിക്കുന്നതാവാം. എങ്കിലും മക്കക്കാർ ചെലുത്തിയ സാമ്പത്തിക സമ്മർദ്ദം മദീനയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം മേഖലയിലെ അക്കാലത്തെ വ്യാപാരപാതകളൊക്കെ നിയന്ത്രിച്ചിരുന്നത് മക്കക്കാരാണ്. മാസങ്ങളോളം സംശയിച്ചു നിന്ന ശേഷമാണ് പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചത്. മദീനയിലെത്തി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു സൈനിക വ്യൂഹത്തെ നിയോഗിക്കുകയുണ്ടായി. മുസ്ലിം സ്വാധീന പ്രദേശങ്ങളിലൂടെ മക്കക്കാരുടെ വ്യാപാര സംഘങ്ങൾ കടന്നുപോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. മുഹാജിറുകളിൽ നിന്നുള്ള മറ്റൊരു 30 അംഗ സംഘത്തെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറൻ മദീനയിൽ കടൽക്കര വരെ ചെന്ന് അബൂജഹലിനെ സന്ധിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടു. അബൂജഹലിനോടൊപ്പം തങ്ങളുടെ കാരവനുകളുമായി 300ഓളം പേരാണ് ഉണ്ടായിരുന്നത്. അവർ ജുഹൈന ഗോത്രത്തിൻ്റെ ആവാസ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ജുഹൈന ഗോത്രത്തലവൻ മജ്ദ് ബിൻ അംർ ഇരുവിഭാഗത്തിൻ്റെയും സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുത്ത് ഇടപെട്ടതിനാൽ സംഘർഷമൊന്നും ഉണ്ടായില്ല. ഇരുകൂട്ടർക്കും സമാധാനത്തോടെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾക്കു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവായ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 60 പേരടങ്ങുന്ന ഒരു മുഹാജിർ സംഘം അബൂജഹലിന്റെ മകൻ ഇക്രിമ നയിക്കുന്ന ഒരു മക്കൻ കച്ചവട സംഘത്തെ തടയാൻ സനിയത്തുൽ മുറയിൽ എത്തിച്ചേരുകയുണ്ടായി. എന്തോ കാരണത്താൽ അവിടെയും ഒരു സായുധ സംഘട്ടനമുണ്ടായില്ല. ഈ സന്ദർഭത്തിൽ ശത്രു കാരവനിലുള്ള 2 മുസ്ലിം സംഘത്തോടൊപ്പം ചേരുകയുണ്ടായി. ഖദാദ് ബിൻ അംർ അൽ ബഹറായി, ഉത്ബത്ത് ബിൻ ഗസ്വാൻ അൽ മാസിനി എന്നിവരായിരുന്നു അവർ റളിയല്ലാഹു അൻഹുമാ. മക്കയിലായിരുന്ന അവർ വളരെ സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചേരാൻ മക്കൻ കച്ചവട സംഘത്തോടൊപ്പം കൂടിയതാകാം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 8 അംഗ മുഹാജിർ സംഘം ഖറായിലേക്ക് പോയിട്ടുണ്ട്. ശത്രുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയോ തദ്ദേശ ഗോത്രങ്ങളുമായി സഖ്യമുണ്ടാക്കുകയോ ഒക്കെയാവാം ലക്ഷ്യം. നേരത്തെ പരാമർശിച്ച ജുഹൈന ഗോത്രക്കാരെ പോലെ അതത് മേഖലകളിൽ വസിക്കുന്ന ജനവിഭാഗങ്ങളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കിക്കൊണ്ടല്ലാതെ ആ വഴിക്കുള്ള മക്കൻ കച്ചവട സംഘത്തിൻ്റെ യാത്ര തടയാനാകുമായിരുന്നില്ല. ടൂറിസ്റ്റ് റൂട്ടുകൾ പോലെയായിരുന്നു അവ. കച്ചവട സംഘങ്ങളുടെ കടന്നുപോക്ക് വഴി അതത് പ്രദേശങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരവനുകൾ തമ്പടിക്കുമ്പോൾ തങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കന്നുകാലി തീറ്റയുമൊക്കെ അവർ അവിടങ്ങളിൽ നിന്ന് വില കൊടുത്തു വാങ്ങുമായിരുന്നു. കൂടാതെ കച്ചവട സംഘങ്ങൾക്ക് അഹിതകരമായി വല്ലതും സംഭവിച്ചാൽ അതിശക്തരായ ഖുറൈശികളുടെ പ്രതികാര നടപടികളും ആ ഗോത്രങ്ങൾക്ക് നേരിടേണ്ടി വരും. അതിനാൽ ഈ ഗോത്രങ്ങളുടെ സഹകരണം ലഭിക്കണമെങ്കിൽ അവരുടെ സംരക്ഷണം മുസ്ലിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്ക് തെക്കുള്ള വദ്ദാനിലേക്ക് പോയത്. ബനൂ ദംറക്കാരുടെ ആവാസ പ്രദേശം ബദറിനടുത്താണിത്. 2 ആഴ്ചയാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ബനൂ ദംറയെ ആക്രമിക്കുകയില്ല. അവർ തിരിച്ചും ആക്രമിക്കുകയില്ല. അവർ അവിടുന്നെതിരെ സംഘം ചേരുകയോ അവിടുന്നെതിരെ ശത്രുവിനെ സഹായിക്കുകയോ ഇല്ല. ഹിജ്റ 2 സഫർ മാസമാണ് ഇത് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അവിടുന്ന് മദീനക്ക് വടക്ക് പടിഞ്ഞാറ് ദംറക്ക് സമീപം ബുവാത്തിലേക്ക് പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഫിഹ്രികളിൽപ്പെട്ട ഖുർസ് ബിൻ ജാബിറിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘം മക്കക്കാർ മദീനയുടെ തെക്കൻ പ്രദേശങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഉണ്ടായി. മുസ്ലിങ്ങളിൽ വലിയ അമർഷമുളവാക്കിയ സംഭവമായിരുന്നു ഇത്. അക്രമികളെ തെരഞ്ഞ് ദിവസങ്ങളോളം പിന്നാലെ പോയെങ്കിലും പിടികൂടാനായില്ല. അങ്ങനെയിരിക്കെയാണ് മക്കയിൽ നിന്ന് ഒരു കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ട വിവരമെത്തിയത്. ഇവരെ പിടികൂടാൻ മദീനയുടെ തെക്കു പടിഞ്ഞാറുള്ള തീരപ്രദേശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീങ്ങി. അങ്ങനെ അവർ മുദ്രിജ് ഗോത്രക്കാരുടെ പ്രദേശത്തെത്തി.
ഇവരുടെ ഗോത്രത്തലവൻ സുറാഖത്ത് ബിൻ മാലിക്കാണ്. നേരത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായന വേളയിൽ ഖുറൈശികൾ പ്രഖ്യാപിച്ച പാരിതോഷികം മോഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിടികൂടാൻ അവരുടെ പിന്നാലെ കൂടിയത്. തുടർന്ന് തന്റെ കുതിരയുടെ കാൽ പലതവണ ഭൂമിയിൽ താഴ്ന്നു പോയ ദൃഷ്ടാന്തം കണ്ട് അവരോട് ക്ഷമ ചോദിച്ചു പിന്മാറിയത്. ആ സംഭവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് സത്യവിശ്വാസമാകുന്ന പ്രകാശം കടത്തിവിടുകയായിരുന്നു റളിയല്ലാഹു അൻഹു. ആ സുറാഖ റളിയല്ലാഹു അൻഹുവിനെ നാം ഇപ്പോൾ ഇവിടെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. തൻ്റെ നാട്ടിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും 150 അനുയായികൾക്കും അദ്ദേഹം നല്ലൊരു സദ്യ തന്നെ വിളമ്പി. പക്ഷേ സൽക്കാരം നടക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ലക്ഷ്യം വെച്ചു വന്ന കച്ചവട സംഘം രക്ഷപ്പെട്ടു പോവുകയാണുണ്ടായത്. മുദ്ലിജുകാരുടെ അയൽക്കാരും സഖ്യകക്ഷിയുമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ബനു ദംറക്കാർ. അവരുമായി ബന്ധം ശക്തമാക്കാൻ ഈ അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോജനപ്പെടുത്തി. അവിടെ വെച്ച് അവിടുന്ന് അവരുമായി പുതിയൊരു കരാർ കൂടി ഒപ്പുവെച്ചു. ദൈവദൂതനായ മുഹമ്മദ് ബനൂ ദംറയ്ക്ക് എഴുതി നൽകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവനും സ്വത്തും സുരക്ഷിതമായിരിക്കും. അവരെ അന്യായമായി ആരെങ്കിലും കടന്നാക്രമിക്കുന്ന പക്ഷം അവർക്കുള്ള സഹായം ലഭ്യമാക്കും. കടൽ വെള്ളത്തിന് മുടിയെ നനക്കാനാവുമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിനെ തിരിച്ചു സഹായിക്കാൻ അവരും ബാധ്യസ്ഥരാണ്. മുസ്ലിങ്ങൾ തങ്ങളുടെ മതസംരക്ഷണാർത്ഥം നടത്തുന്ന പോരാട്ടങ്ങൾ ഇതിൽ നിന്നും ഒഴിവാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ അവരെ സഹായത്തിന് വിളിച്ചാൽ അവർ ഉത്തരം നൽകണം. അള്ളാഹുവും അവൻ്റെ ദൂതനും നൽകുന്ന ഉറപ്പ് അവർക്കുണ്ടാകും. ഈ അവസരത്തിൽ തന്നെ മുദ്ലിജുകാരുമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാണ്ട് ഇതേ വ്യവസ്ഥയിൽ തന്നെ ഒരു കരാർ തയ്യാറാക്കുകയുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് ഹിജറ 2 ജമാദുൽ ഉഖ്റ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ തിരിച്ചെത്തിയത്. പിന്നീട് 2 പേരെ ഫലസ്തീനിലേക്ക് വിട്ടു. അവിടെ നിന്നും വരുന്ന ഖുറൈശി കച്ചവട സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കാനായിരുന്നു അത്. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.